താൻ 150-ലധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇനിയും ഒരു ലേഖനം എഴുതാനുള്ള അവസരമുണ്ടല്ലോ, അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അടുത്ത ലേഖനം എഴുതുമെന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത്? ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം തികഞ്ഞ പരാജയമാണ്. പല ഘട്ടങ്ങളിലും പ്രതികരണങ്ങൾ അദ്ദേഹം വേറൊരു രൂപത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാം, വിശ്വപൗരനായി അവതരിപ്പിക്കാം. അദ്ദേഹത്തെ പോലൊരു നേതാവിനെ കോൺഗ്രസിന് കിട്ടിയെന്നത് കോൺഗ്രസിന് അഭിമാനിക്കാം. പക്ഷേ അദ്ദേഹത്തെ ഒരു നേതാവായി പുറത്തേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താൻ പറ്റിയൊരു നേതാവല്ല അദ്ദേഹം. ഈ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് നല്ലവണ്ണം വിയർത്തിട്ട് തന്നെയാണ്. അവിടെ ആ ഘട്ടത്തിൽ സഭയും സഭാവിശ്വാസികളും എടുത്ത നിലപാട് എന്നുള്ളത് വിഴിഞ്ഞം സമരത്തെ തള്ളിപ്പറഞ്ഞ നേതാവാണ്. വിഴിഞ്ഞം സമരത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്താൻ പോയപ്പോൾ രാഹുലിനെ തടഞ്ഞു വെച്ച നേതാവാണ് ഈ ശശി തരൂർ. ഇതൊക്കെ തന്നെയും സഭ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരു BJP പ്രതിനിധി അവിടെ നിന്ന് ജയിക്കരുത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയി സഭാ നേതൃത്വത്തെ കണ്ട് കാലുപിടിച്ച് പറഞ്ഞിട്ടാണ് തരൂർ ജയിച്ചത് എന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം മറക്കരുത്. തിരുവനന്തപുരത്ത് അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഒരു വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് MP എന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വിശദീകരിച്ചാൽ കുറച്ചുകൂടി നന്നാകും. ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ മുഴുവൻ നേട്ടങ്ങളും വിശദീകരിക്കുന്ന ഈ സമയം കൊണ്ട് താൻ തിരുവനന്തപുരം MP എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിച്ചാൽ നന്നാവുമെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്.